നിങ്ങൾ ഈ ഫാമിലിയിലുള്ളവർ തന്നെ എല്ലാവരും ഇങ്ങനെ പാട്ടും മ്യൂസിക് ഡയറക്ഷനൊക്കെ ബാക്കിയുള്ളവർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ. അല്ല, അതാണ് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ഗുണമാണ്. എല്ലാവരും മ്യൂസിക്കുമായിട്ട് ബന്ധമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കച്ചേരി നടത്താൻ ഇപ്പോൾ ഓഡിയൻസ് ഇല്ലാലും കുഴപ്പമില്ല, എൻ്റെ ഫാമിലി വന്നിട്ട് കേൾക്കും. ഞങ്ങൾ അത്ര മെമ്പേഴ്സ് ഉണ്ടോ? അത്ര മെമ്പേഴ്സ് ഉണ്ടോ? പിന്നെ രഞ്ജിത്തേട്ടാ പ്ലീസ്, താങ്ക് യു സോ മച്ച്. ഈ ഒരു വേദിയിൽ വന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഐ എം വൺ ഓഫ് ദ ലക്കിയസ്റ്റ് പേഴ്സൺസ് ഹൂ ഗോട്ട് ചേട്ടനെ അനിയനെയും അനിയന്റെ മകളെയും എല്ലാവരെയും ഫുൾ ഫാമിലിനെ ഇവിടെ കൊണ്ടുവന്ന ആദ്യത്തെ ഹോസ്റ്റ് ഞാനല്ലേ സർ? തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ മ്യൂസിക് 7 വന്നതിന് ഒരുപാട് താങ്ക് യു രഞ്ജിത്തേട്ടാ. അതിന് വേറൊരു കാര്യം കൂടെ അത് പറഞ്ഞ സ്ഥിതിക്ക് പറയാം. ഇവനൊരു കാറുണ്ട്, ഇവനൊരു കാർ മേടിച്ച് പണ്ട് അവിടെ ഓടിച്ചോണ്ട് നടന്ന എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പൊ ആ കാർ കണ്ടിട്ട് ഏത് കാറാന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് വെളിയിൽ ഇറക്കാൻ പോയി ആരാണ്ട് പിടിക്കുമെന്ന്. മേടിക്കാർക്ക് നല്ല കോളായിരിക്കും. ഒരു ആൾട്ടോ ആണ് ഇപ്പൊ കണ്ട. അത് BMW അല്ല, അംബാസഡറും അല്ലാത്ത ലെവലിൽ ആൾട്ടർ ചെയ്ത് അത് എടുത്തോണ്ട് പുറത്തു പോകാൻ പോയി. ഇപ്പൊ അംബാസഡർ ഭയങ്കര റെയർ ആണ്, ഇപ്പൊ കാണാൻ കേട്ടാറില്ല. അത് കാരണം കുഴപ്പമില്ല. അപ്പൊ ശരി, ഓക്കെ. ശരിടാ. അടുത്ത പാട്ട് ഏതാ? ശ്രീരാഗമോ. ശ്രീരാഗമോ, ഓക്കെ. അതിന്റെ സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും രസകരമായ ഇതുപോലെ? അല്ല, രസകരം ഇത് ഈ കമ്പോസിങ്ങിന് ട്രിവാൻഡ്രത്ത് വരുമ്പോഴും ഇതിന്റെ സിറ്റുവേഷൻ രാജീവേട്ടൻ അവിടുത്തെ ഇങ്ങനെ റിലേഷൻഷിപ്പിന്റെ ഒരു പാട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇതിൽ. ഇടയ്ക്കിടയ്ക്ക് പട്ടാളത്തിൽ നിന്ന് വന്ന് ലളിത ചേച്ചിയെ കാണാൻ വരുന്ന CI പോളിൻ്റെ കാര്യം വരെ ഉണ്ട്. അപ്പോൾ അതിലിപ്പം എനിക്ക് ആകെ കൺഫ്യൂഷനായി ഉള്ള സത്യം പറയാൻ. അത് കേട്ടപ്പോൾ ഇത് എങ്ങനെ പോകണം എന്നുള്ളൊരു ഭീകരമായിട്ടുള്ളൊരു കൺഫ്യൂഷനിൽ ഞാനിങ്ങനെ ഇരുന്നു. ഇപ്പോൾ രാജീവേട്ടൻ അപ്പോൾ ഇത് നടക്കുമ്പോൾ എത്ര വയസ്സുണ്ട് ശരത് സാറിന്? എനിക്ക് 6 or 7. അല്ല, അത് കണക്ക് കൂട്ടിയാൽ പോരാ. ഞാൻ ക്ഷണക്കത്ത് 19 വയസ്സിലായിരുന്നു, അത് വെച്ച് പിടിച്ചാൽ മതി. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ആകെ കൺഫ്യൂഷനായിട്ട് ഇത് ഇങ്ങനെ എൻ്റെ തലയിൽ ഒന്നും വന്നില്ല. അതാണ് സത്യം. അപ്പോഴാണ് ഈ നമ്മുടെ തിലകൻ ചേട്ടൻ്റെ ഫാമിലിയുടെ ശ്രീവിദ്യ അമ്മയുടെയും വീട്ടിൻ്റെ അയലത്തുകാരൻ, അന്ന് ജഗതി ചേട്ടനായിരുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്നത്. അപ്പം ശരത്ത് രാജുവേട്ടൻ പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോഴൊക്കെ അദ്ദേഹം ഈ ക്ലാസിക്കൽ ഭയങ്കര ഭ്രാന്തനാണ്, കച്ചേരി കേൾക്കാൻ പോകും. അപ്പം ഓരോ ക്ലാസിക്കൽ പാട്ടും കീർത്തനങ്ങളും പാടിക്കൊണ്ടാണ് അദ്ദേഹം വരുന്നതെന്ന് പറഞ്ഞു. എനിക്ക് അതാണ് എൻ്റെ സ്പാർക്ക്. ഇപ്പം പക്കല നിലവടി എന്നുള്ള കീർത്തനമാണ് ആ ശ്രീരാഗമോ എന്നുള്ള പാട്ട് ഞാൻ ചെയ്യാൻ എനിക്ക് പ്രചോദനമായിരുന്നു. പിന്നെ എൻ്റെ ഗുരുനാഥൻ ചെയ്ത ഒരു അഷ്ടപതിയുണ്ട്, അസാധ്യ ഒരു ഫീലുള്ള സാധനം. അപ്പോൾ അത് മനസ്സിൽ തന്ന, അത് മോട്ടിച്ചെന്നല്ല കേട്ടോ, അത് ഇൻസ്പയർ പക്കല നിലപടി അല്ലല്ലോ ശ്രീരാഗമോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയാണ് ആ സാധനം ഇതിൻ്റെ ഇടയ്ക്ക് ആ കീർത്തനവും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രാജുവായിട്ട് ഷൂട്ട് ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഷൂട്ട് ചെയ്തു. ദാസൻ എൻ്റെ അടുത്ത്, എടാ മോനെ, ഞാൻ ഈ കഷ്ടപ്പെട്ട് പാടിയ സ്വരങ്ങൾക്ക് അവിടെ പടവലങ്ങാരിയൊക്കെ ചെയ്യുകയാണല്ലോ. കണ്ടിട്ട് പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, സൂപ്പർ താളത്തിൽ. പിന്നെ 7/8 അരിയുന്നു, ആർക്കെങ്കിലും പറ്റും. അപ്പൊ എന്തായാലും ശ്രീരാഗമോ എന്നുള്ള ഒരു പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ആര് നോക്കിയാലും അൺപ്ലഗ് കവേഴ്സ് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇത് കവർ ചെയ്ത്, ചിലർ കവർ അടക്കിയിട്ടുണ്ട് മോളെ. കവറല്ല, എന്നാലും കുഴപ്പമില്ല. വാട്ടവർ, പ്ലീസ് നോട്ട് ദ പോയിന്റ്. മോള് പാടിക്കോളൂ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ പൂപാളമായി, എൻ മുന്നിൽ നീ പുലർക്കന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. పమపదని దపమగరి గమపదని సరి మగరి సని రపమగరి గమపత్త సరి గమపని సరి గమబక్కల సరి గమప దని రపద దని గరిని నిద మగరి సరి గమ దిగమప గమపద
പദനി ഗരി നിസ സനി നിദ ദപ ഗരി നിസ സനി നിദ ദപ ഗരി നിസ സനി നിദ ദപ ഗരി സനി ദപ സനി ഗമ പനി ഗമ പദ ഗമ പദനി ഗരി സനി ദരി സനി ദപ സനി ദപ നി ഗമ പദ സനി ഗമ പനി സനി ഗമ പക്കാല. പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലാൽ കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമോ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. മനസ്സറിഞ്ഞു സർ, കണെന്നറിഞ്ഞു. എന്തോ ഭയങ്കര ഒരു ഡിവൈൻ ആയിട്ടുള്ള എന്തോ ഒന്നും പറയണ്ട. ശരത് സാറിനെ കണ്ട സന്തോഷവും മോളും അതാണ് അല്ല, പാട്ടും എല്ലാം അതാണ് പ്രധാനമായിട്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രധാനമായിട്ട്. അത് ഡെഫിനറ്റ്ലി മോള് സാറിൻ്റെ പാട്ട് എന്തോ ഫുൾ ഫാമിലി, വെരി ബ്ലെസ്ഡ് ഫാമിലി. ഇനിയും അങ്ങോട്ട് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ ലെവൽ ഓഫ് ചിത്ര ചേച്ചി സംഡേ. Thank you so much, സീരിയസ് അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട് മോളെ. Thank you. ലോട്ട് ഓഫ് പീപ്പിൾ സിംഗ്, അത് ശരിയാണ്, പക്ഷെ ഐ ഡോണ്ട് നോ, എനിക്ക് അങ്ങനെ തോന്നി. ആൻഡ് വിത്ത് ദ റൈറ്റ് ഗൈഡൻസ്, ഇതിലും വലിയ റൈറ്റ് ഗൈഡൻസ് ഇല്ലല്ലോ. വല്യച്ഛനും അച്ഛനും. മേ യു ബിക്കം ലൈക്ക് യുണീക്ക്, മേ യു ബിക്കം വർഷ. അതെ മോളെ, അത് ഈ ഒരു പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ എടുത്തോളൂ. ബാക്കിയൊക്കെ പറഞ്ഞത് കളഞ്ഞേക്ക്. നമ്മൾ നമ്മളായിരിക്കാം എപ്പോഴും. നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ളതാണ് പ്രധാനം. ഒരു വലിയ ഒരു പാട്ടുകാരിയായി മാറാനായിട്ട് ചേച്ചിയുടെ എല്ലാ അനുഗ്രഹവും. Thank you so much. Thank you, Alicha. താങ്ക് യു വലിച്ച. താങ്ക് യു വലിയ